മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിന്റെ കരങ്ങൾക്കുള്ള ബർക്കത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അനാഥകളുടെ ശിരസ്സുകൾ തടവി ഉമ്മ വെച്ചു കൊടുക്കുന്ന ഒരബുൽ ഐതാം ഇന്ന് ലോകത്തറിയപ്പെട്ടത് മഹാനായ കാന്തപുരം ഉസ്താദാണ്. സന്തോഷത്തോടെ നമുക്ക് പറയാൻ കഴിയും, കേരളത്തിൽ ആയിരക്കണക്കിന് പണ്ഡിത പ്രതിഭകളെ, ഇൽമിന്റെ അർഹത നേടിയ പണ്ഡിത പ്രതിഭകളെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തുമായി കൊണ്ടിറക്കി തിരിക്കാൻ ആ മഹാനുഭാവന്റെ കഴിഞ്ഞകാല പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ സാധിച്ചു. 10,000-കണക്കിന് പണ്ഡിതന്മാര്, 10,000-കണക്കിന് സഖാഫികളെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇടയിൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ 35ാം വാർഷിക 16ാം സന്നദ്ധാന സമ്മേളനം ഈ വരുന്ന ജനുവരി 4, 5, 6 തീയതികളിൽ കാരന്തൂരിൽ നടക്കുകയാണ്. ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇന്നു മുതൽ അങ്ങോട്ട് പ്രവർത്തന സജ്ജരാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നാം ആലോചിക്കണം, പാണ്ഡിത്യത്തിന്റെ ശക്തി നിങ്ങൾ ആലോചിച്ചു. വന്യരായ കാന്തപുരം ഉസ്താദ്, വന്യരായ ബേക്കൽ ഉസ്താദ് നേരത്തെ പറഞ്ഞു, ഹജ്ജിന് പോയ സമയത്ത് ഹജ്ജ് ക്ലാസ് എടുത്തപ്പോ ഉണ്ടായ അനുഭൂതി അല്ലേ. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കുറെ രചനകളുണ്ട് കൈരളി, മലയാളത്തിലും അറബിയിലൊക്കെയായി. ആ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു രചനയുണ്ട്, അൽ ഹജ്ജ്. ആ അൽ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം വാങ്ങാത്ത ഒരൊറ്റ മൂല്യന്മാര് കേരളത്തിൽ ഹജ്ജിന് വന്ന മൂല്യന്മാരുണ്ടാകുമെന്ന് സംശയം. ഒരു ദിവസം മസ്ജിദുൽ ഹറമിൽ ഞങ്ങൾ ഹജ്ജിന് വകുപ്പിൽ ഇരിക്കുമ്പോ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു മൂല്യാർ എന്റെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞു. നമ്മുടെ സംഘടനയിൽപ്പെട്ട എല്ലാ സംഘടന പുറത്തുള്ള ഒരാളാണ്. അപ്പൊ ഇയാള് കയ്യിലുള്ളൊരു പുസ്തകം, ഞാനിങ്ങനെ ലോകിയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വെറുതെ പുസ്തകങ്ങൾ അടുത്ത് കണ്ടുപിടിച്ച അത് അൽ ഹജ്ജിന്റെ പുസ്തകം, പക്ഷേ പുറത്തെ തട്ട പറിച്ചു കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും തകരാറില്ല. കാന്തപുരം ഉസ്താദ് എഴുതിയ പുസ്തകം അതിന്റെ തട്ടമ്മ കാണണ്ടാതെ എഴുതിയിട്ട് തട്ട പറിച്ചിട്ടു അയാളെ കഴിഞ്ഞിട്ടുള്ളത് ഏത് തന്നെയാണ്, അൽ ഹജ്ജ്. അൽഹംദുലില്ലാഹ്. ഹജ്ജ് യാത്ര ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു പണ്ഡിതന്റെ കൂടെ പോയി ഹജ്ജ് ചെയ്ത് വന്ന ഉപകാരം ലഭ്യമാകുന്ന ഒരു മഹത്തായ ഗ്രന്ഥം കൈരളിക്ക് മുന്നിൽ സമർപ്പിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും അൽഹംദുലില്ലാഹ് കർമ്മപരമായി അതുപോലെ വിശ്വാസപരമായി ഈ സമൂഹത്തിന് ഉപകാരപ്രദവും നിലനിൽപ്പിന് ആവശ്യവുമായ രീതിയിൽ രചനകളെ സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് സ്വാധീനം നേടിയൊരു പണ്ഡിതൻ. ആ പണ്ഡിതന്മാരെയൊക്കെ ആദരിക്കലും ബഹുമാനിക്കലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ആദരവും ബഹുമാനവും എന്ന് പറയുന്നത് അതേതെങ്കിലും ഒരു നിസ്സാര പ്രശ്നമായി കാണേണ്ടതല്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ച് അവിടുത്തെ മദ്ഹ് പാടിയിരിക്കുന്ന മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ, മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ വലിയ വലിയ സഹാബത്തിനെ ശാലണിയിട്ട് ആദരിച്ചതും അതുപോലെ തന്നെ അവരെ അനുമോദിച്ചതും പ്രാർത്ഥനയിലൂടെ ആദരിച്ചതും ഒക്കെ സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു ചെറിയ ഒരബദ്ധം പിടഞ്ഞ സമയത്ത് സത്യം തുറന്നു പറഞ്ഞ ആ സത്യസന്ധതയ്ക്ക് വില നൽകിക്കൊണ്ട് റസൂലുള്ളാഹി തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കാര്യം തീരുമാനിക്കുക, അല്ലാഹു തീരുമാനിക്കട്ടെ. 19 ദിവസക്കാലത്തെ നീണ്ട മനപ്രയാസത്തിനൊടുവിൽ അള്ളാഹു ആ മഹാനുഭാവന്റെ തൗബയെ സ്വീകരിച്ചു എന്ന സന്തോഷവാർത്തയുമായി പ്രഗൽഭ സഹാബിവര്യൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് അങ്ങയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ള സന്തോഷം അറിയിച്ചപ്പോ വസ്ത്രം അടിയിച്ച് ആദരിച്ച സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം, അബ്ശിർ ബിൽ ഖൈരി യൗമിൻ മർറ അലൈക മുദ് വലതുകും നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായ കഴിഞ്ഞുപോയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു ദിവസമുണ്ട്, നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറഞ്ഞ് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമോദിച്ച സംഭവങ്ങൾ ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. ഈ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വൈജ്ഞാനിക മേഖലകളിലും അതുപോലെ തന്നെ സേവന രംഗങ്ങളിലും പ്രബോധന പ്രവർത്തന രംഗങ്ങളിലും ഇറങ്ങി നിന്ന മഹാരഥന്മാരെ ആദരിച്ച പാരമ്പര്യമുള്ള സമുദായമാണ്. അൽഹംദുലില്ലാഹ് ഒരു കാലഘട്ടത്തിന്റെ അനുഗ്രഹമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു മഹാപണ്ഡിത പ്രതിഭ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
ആ മഹാനുഭാവനെ നിങ്ങൾ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ സദസ്സ് തികച്ചും നമുക്ക് പ്രതീക്ഷ അർഹിക്കുന്നതാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ രീതിയിൽ അല്ലാഹു പ്രതിഫലം ലഭിക്കുന്ന നല്ലൊരു സംഘവുമായി ഇതിനെ അംഗീകരിക്കുകയും ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ഒക്കെ ഖൽബിൽ നമുക്കൊരിടം നേടാനുള്ള ഒരു മഹത്തായ പ്രവർത്തനമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.